दिल मेरा हर बार ये सुनने को बेकरार है कहो ना प्यार है कहो ना കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ് प्यार है कि तुमसे प्यार है. ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ലക്ഷദ്വീപിലെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് എങ്ങനെ എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞങ്ങൾ ഈ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിന് ബൽക്കുന്നത് പറയും. അപ്പം ഞങ്ങൾ ബൽപ്പാം ഫോണ്ടേ, ഇപ്പോൾ മീൻ പിടിക്കാൻ പോവുകയാണെങ്കിൽ ബൽപ്പാം പോവുകയാണ് എന്ന് പറയുന്നതിനെ ബൽപ്പാം ഫോണ്ടേ എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ കുറേ പേര് അവിടെ മീൻ പിടിക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ. എന്തായാലും നമുക്ക് പോയി എങ്ങനെയാണ് മീൻ പിടുത്തം, ആരൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. എന്തായാലും ഓക്കെ അല്ലേ, സെറ്റല്ലേ? ഇനി കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. ഇപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങളെ ദ്വീപിൻ്റെ തെക്കൻ തലയിലെ കാടാണ് ഗൈസ് ഇത്. ഒരു നല്ല രസമുണ്ടല്ലേ, എല്ലാ സൈഡിലും ലെവലായിട്ട് മരങ്ങൾ. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനെല്ലാം നല്ല രസമുണ്ടാവും ഗൈസ്, കേട്ടോ. അപ്പം ഞാനിതാ ആ കൂടെയാണ് നടന്നുകൊണ്ട് പോണത്. ഏതാ വൈബ്. നമുക്ക് മീൻ പിടിക്കുന്നവരുള്ള സ്ഥലത്തോട്ട് പോകേണ്ടത് ഇത് കൂടെയാണ്. അപ്പം അങ്ങോട്ട് പോവാം. ഇതെല്ലാം മീൻ പിടിക്കുന്നവരാണോ അത് നമ്മളെ കൊണ്ടുവന്ന വണ്ടി? ഇതാരുടെയാണ്? മീൻ പിടിക്കുന്നവരായിരിക്കും. ഇത്രയും പേരുണ്ടോ നോക്കാം. എന്തായാലും എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ദ്വീപിൽ തെക്ക് ഭാഗത്ത്, അതായത് ടൂറിസ്റ്റ് പ്ലേസിൽ നമ്മളെ ബീച്ചൊക്കെയുള്ള സ്ഥലം ഇതാണ്. ഇതെൻ്റെ ദ്വീപിൻ്റെ ടൂറിസ്റ്റ് ഹട്ടൊക്കെ ഉള്ളൊരു ഭാഗമാണ്. ദ്വീപിൻ്റെ ഏറ്റവും തെക്കേറ്റാണിത്. അപ്പോൾ ഇവിടെയുള്ള ബീച്ചിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, എവിടെയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പം എന്തായാലും ഇതേ ഇവിടെ കുറേ പേര് ആൾക്കാരെ കാണാൻ തുടങ്ങി. അങ്ങോട്ട് അങ്ങനെ വന്നൊടുക്കം നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. അങ്ങ് ദൂരെ 2 പേര് ഇറങ്ങി മീൻ പിടിക്കുകയാണ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കാര്യം കൂടി ആഡാക്കാനുണ്ട്. അതായത് ദ്വീപുകാർ പറയുന്നത് ബൽപ്പാം ഫോണ്ടേ എന്നാണ്, പിന്നെ അതല്ലാണ്ട് എറിയാൻ ഫോണ്ടേ എന്ന് പറയും, അങ്ങനെ പറയലുണ്ട്. ബൽപ്പാൻ പോകുന്നു, എറിയാൻ പോകുന്നു എന്ന് പറയും. അതുകൂടാണ്ട് പല ദ്വീപിലും പല രീതിയിലും പറയുന്നുണ്ടാവും, അതെനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമ്മളെ ബീച്ച് ഇങ്ങനെയാണ്. ഇവിടെ നല്ല മനോഹരമായ കാഴ്ചകൾ ഇങ്ങനെ കാണാൻ പറ്റും. അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അങ്ങനെ ഞാൻ ആദ്യം എത്തിയപ്പോൾ കണ്ട മീൻ പിടുത്തക്കാരൻ ഇതാണ് കേട്ടോ. പുള്ളി ഒരു കോല് കൊണ്ട് മീൻ പിടിക്കാൻ നോക്കുകയാണ്. ഏത് മീനാന്ന് വെച്ചാൽ കുളുവൽ എന്ന് പറയുന്ന മീൻ കോല് കൊണ്ട് പിടിക്കാൻ വേണ്ടി നോക്കുകയാണ്. അതെങ്ങനെയാണ് പിടിക്കുന്നതെന്ന് നമുക്ക് എന്തായാലും ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. നമ്മൾ വന്ന് നാട്ടിൻ്റെ ഏറ്റവും അറ്റം എത്തിയിരിക്കുകയാണ്. അവിടെ 2 ചെറിയ കുട്ടികൾ മീൻ പിടിക്കാൻ തോന്നുന്നു. അപ്പുറത്തൊരാളും കൂടിയുണ്ട്, അയാളും മീൻ പിടിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അയാളും കൂടി ഒന്ന് നോക്കിയിട്ട് വരാം. അയ്യോ, ഇതാരാണ്? നമ്മളെ ബീവിയേക്കായും പിള്ളേർ ഇവിടെ മീൻ പിടിക്കുകയാണ്. എന്തായാലും ഓരോട് പോയി നമുക്ക് ചോദിക്കാം മീൻ കിട്ടിയോന്ന്. ഇങ്ങളൊന്ന് നോക്ക്, ഫാമിലിയായിട്ട് മീൻ പിടിക്കാൻ വന്നാ എന്താ രസമല്ലേ, വൈബ്. മീൻ കിട്ടിയാ? അപ്പോൾ ഓർക്ക് കിട്ടിയ മീനില്ലേ കുപ്പിയിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പിടിക്കാൻ വന്നുള്ളൂ. അതെത്ര കിട്ടിയത്. അവരിത് ആ ചൂണ്ടൊക്കെ റെഡിയാക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് എന്തായാലും ഇക്കാഫ് മൂത്തോൻ്റെ അടുത്ത് പോവാം. ഇക്കാഫ് മൂത്തോൻ്റെ മീൻ പിടുത്തം കാണാൻ നമുക്ക് പോവാം. നമ്മളെ ഇക്കാഫ് മൂത്തോൻ ചൂണ്ടൽ കെട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ഇക്കാഫ് മൂത്തോൻ. അത് അതിൽ ഇത് നമ്മതാ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ 2 സൈഡിൽ ചൂണ്ട ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇവിടെ കുത്തി വെച്ചിരിക്കുകയാണ്, അങ്ങോട്ട് ഇട്ടിട്ടുള്ളതാണ്. പിന്നെ അത് അവിടെ വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് നേരെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേറെ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇര എന്നേന് നമ്മളെ കണവാന്ന് പറയുന്ന ഒരു മീനിൻ്റെ ഇരയാണ് ഗൈസ് ഇത്. അങ്ങനെ ഇക്കാഫ് മൂത്തും ഇതാ ചൂണ്ടെല്ലാം റെഡിയാക്കി കടലിൽ ഇറക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് എറിയുന്നതെന്ന് നിങ്ങളിപ്പോൾ കണ്ടോളൂ. ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഇവിടുത്തെ എറിയലുള്ളത്.
അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ എടുത്ത് കറക്കി എടുത്തിട്ട് ഒറ്റ എറിയും. അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്കിയിട്ട് ഇങ്ങനെ എറിയണതാണ് ഇവിടുത്തെ മീൻപിടുത്തം. ബൽക്കിൻ്റെ ഒന്നും വരും. ഇതാണ് നമ്മുടെ നാട്ടിലെ ബൽക്കുന്ന ഒരു രീതി. ഇങ്ങനെ കരയിൽ നിന്ന് ബൽക്കുന്ന ഒരു രീതിയാണ് ഗൈസ് ഇത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ഒരു വൈബ് ആഘോഷിച്ച് പോകുന്നവരാണ് നമ്മളെ ദ്വീപുകാർ. ഒരാളുടെ ഇര തീരുമ്പോൾ മറ്റൊരാളുടെ ഇര എടുത്ത് കൊടുക്കും. നീ മീൻ പിടിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാരാണിത്. നിങ്ങൾ വിചാരിക്കും ഇവർക്ക് മീൻ പിടുത്തം മാത്രമാണ് പണിയുന്നത്. അല്ല, ഇത് ഈവനിങ് സമയത്ത് ഉള്ളൊരു ഹോബിയാണിത്. എല്ലാവർക്കും ഓരോരോ ഹോബിയുണ്ട്. കൂടുതൽ പേർക്ക് മീൻ പിടുത്തമാണ് ഇവിടെ ഹോബി. ഇങ്ങനെയുള്ള പ്ലേസിൽ മീൻ പിടിക്കുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് രസമുള്ള കാര്യമായിരിക്കും. അങ്ങനെ നമ്മൾ ഇക്കാവ് മൊത്തം അത് വലിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തോ സംഭവം ഉണ്ട്. അടിച്ചിന് ഗായ്സ്, മീൻ കടിച്ചിട്ടുണ്ട്. കറക്റ്റിയാ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കറക്റ്റ് മീനാണ് ഗായ്സ്. ഇതാണ് ഗൈസ് കറക്റ്റ് മീൻ ഗൈസ്. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ വീഡിയോ ലൈക്ക് അടിക്കാണ്ട് വിടില്ല കേട്ടോ. ലൈക്ക് അടിക്കാൻ അവിടെ ഓപ്ഷൻ ഉണ്ട്, ലൈക്ക് അടിക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തുടർന്ന് ബെല്ലൈക്കൻ ആളമർത്താൻ മറക്കരുത്. ബെല്ലൈക്കൻ ആളമർത്താൻ നിങ്ങളുടെ ഫോണിലോട്ട് ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് വെക്കാം എന്തായാലും കൊണ്ട്. ഇതൊക്കെ വെക്കണത് എവിടെയാണെന്ന് ചോദിക്കാം. നമ്മളെ ഇക്കാഫ് മുത്തനോട് ചോദിക്കാം ഇത് എവിടെ വെക്കാം. ഇതെവിടെ ഇപ്പം സഞ്ചി കിടണ്ട അല്ലേ? ഓണോട്ടും ഇടണ്ടയോ? വേണ്ട. ഇപ്പം നമ്മളെ ഇക്കാഫ് മുത്തൻ പറയുന്നു ഈ കറക്റ്റ് നമുക്ക് വേണ്ടെന്നാണ്. ഇത് നമ്മൾ ചുട്ടി ഇന്നലാണ് ഉള്ളത്, പക്ഷേ ഇത് നമ്മൾ യൂസാക്കുന്നില്ല. ഇത് വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും കടലിലോട്ട് വിടാം. ഇക്കാഫ് മുത്തൻ പറഞ്ഞു ഇത് കടലിലോട്ട് വിട്ടോളാം. അങ്ങനെ നമ്മൾ കടലിലോട്ട് വിടാൻ പോവാണ്. അപ്പോൾ അടുത്ത മീൻ നമുക്ക് കടിച്ചിട്ടുണ്ട്. എന്താ നമുക്ക് എന്തായാലും നോക്കാം. മെട്ടിയാണ്. അപ്പോൾ അടുത്ത നമുക്ക് കടിച്ചിട്ടുള്ളത് മെട്ടിയാണ് ഗൈസ്. ഇതാണ് മെട്ടി. വൈറ്റ് സ്നാപ്പർ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലെ പേര്. ഇക്കാഫ് മുത്തോനെ എല്ലാം അറിയാം. ഇക്കാഫ് മുത്താണ് ഇത് പറഞ്ഞു തന്ന മീനിൻ്റെ പേര് ഇംഗ്ലീഷിൽ. വൈറ്റ് സ്നാപ്പർ അല്ലേ? മെട്ടീൻ്റെ ഇംഗ്ലീഷ് നാമം വൈറ്റ് സ്നാപ്പർ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് മീനിനെ വിട്ടിട്ടില്ലായിരുന്നു. എന്തായാലും അതിന് കടലിൽ വിടാം. ഇത് വേണ്ട, ഇക്കാഫ് മുത്തം ഇത് പിടിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് കടലിൽ വിടാൻ പോവാണ് ഗൈസ്. അപ്പോൾ കറക്റ്റ് പോയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ മീൻ പിടിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ നമ്മളെ കുറേ ചങ്ങായിമാർ കട കുളിക്കാൻ വന്നിരിക്കുകയാണ്. ഒരു വന്നത് വീട്ടിൽ പണിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട കുളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ചാടാൻ പോവാണ്. അടിപൊളി പ്ലേസാണ്. അപ്പോൾ നിങ്ങളെ ചാട്ടം ഒന്ന് കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും. അവിടെ എത്ര ആയം ഉണ്ടെന്നൊന്ന് കാണിച്ചു തരുമോ? ഇത്ര ആയുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ആയം കൂടിക്കൂടി വരികയാണ്. ഇവിടെ എത്ര ആയുണ്ട്. അതുപോലെ തന്നെ അവർ കുളിക്കുന്നവർ നമ്മളെ ചങ്ങായിമാരും പോവാണ്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കണ മീൻ 2 ആയിരുന്നു. അത് 1 വിട്ടു. ഇപ്പോൾ നമുക്കുള്ളത് ഒറ്റ മീനാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ബീബിയൊക്കെ ഇവിടെ കുളുവൽ പിടിക്കുകയാണ്. ഈ കുളുവലിനെ പിടിക്കുന്നത് മെഷീൻ കോലും കൊണ്ടാണ് കേട്ടോ. മെഷീൻ കോലല്ലാണ്ട് വേറെ ടൈപ്പ് കോലും ഉണ്ട്. അതുമല്ലാണ്ട് തനി നാടൻ ദ്വീപിലെ ചീരാണി എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ ഒരു കോല് വെട്ടിയിട്ട് അതും കൊണ്ടും ഈ കുളുവൽ മീൻ പിടിക്കലുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് അങ്ങേയറ്റത്താണ്. ഒരു ചെറിയ കുട്ടി മീൻ പിടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ബീബിയൊക്കെ കുഞ്ഞി ഇവിടെ കുളുവൽ. ഇതാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ ദ്വീപിൽ യൂസ് ചെയ്ത കോല്. ഇങ്ങനെയുള്ള കോലും കൊണ്ട് ഇങ്ങനെയുള്ള മീൻ പിടുത്താണ്
പണ്ടത്തെ ആൾക്കാർ ഇവിടെ നടത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് ബിബിയക്കാൻ്റെ മോനും ഇവിടെ ചെയ്യണത്. ബിബിയക്കാൻ്റെ മോൻ മീൻ പിടിക്കാൻ നോക്കുകയാണ്. ഇത് ചീരാണി എന്ന് പറയുന്ന ഒരു മരമുണ്ട്, ആ മരത്തിൽ നിന്ന് കൊത്തിയ കോലാണ്. അപ്പോൾ നമ്മളെ ബിബിയക്കാൻ്റെ കൂടെ വേറൊരാളും കൂടി ചേർന്ന് പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ട ആൾ. ഇപ്പോൾ ഒരു കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണല്ലോ അവരുടെ മീൻ പിടുത്തമൊക്കെ. നോക്കിയേ ഗായ്സ്, എത്ര ബ്യൂട്ടിഫുള്ളാണ് ഞങ്ങളുടെ നാട് അല്ലേ? നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയും, വരാൻ ആഗ്രഹമുണ്ടെന്ന്. എന്തായാലും സെറ്റാക്കി തരാം. അങ്ങനെ 2 പേർക്കും ഒന്നിച്ച് മീനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുളുവൽ എന്ന മീൻ തന്നെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇതാ കുളുവൽ, നല്ല ഫ്രഷ് മീൻ, പൊരിക്കാൻ പറ്റിയ സാധനം. 2 പേരും ഒന്നിച്ച് വന്ന് ഇവിടെ മീൻ പിടിക്കുന്നുണ്ട്. 2 പേർക്കും ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ വീണ്ടും കുറേ എറിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്, പിന്നൊന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്, പിന്നൊന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടിക്കുമെന്ന് നോക്കാം. എന്തായാലും ഇതെവിടെ നമ്മളാൾ ഒരു നെടുകയെന്ന്, ഇതെന്താണ് എന്തോ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാലേ നിങ്ങൾക്ക് മനസ്സിലായോ ഉദ്ദേശിച്ചത് എന്താണെന്ന്? പുള്ളി ഇത് വെക്കാൻ ഈ കോല് ചാരാനുള്ള സ്റ്റാൻഡാക്കിയതാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ നടാൻ പോവാന്ന്. ഇവിടെ കടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് ഒന്നും കടിച്ചിട്ടില്ലായിരുന്നു. മീനൊന്നും കൊത്തിയില്ല. സാരല്ല, നമ്മൾ ഇപ്പുറത്ത് വച്ചിട്ടുണ്ട്, അതിൽ കിട്ടുമെന്ന് നോക്കാം. നമ്മളെ കൂടെ അൻസാസ് എന്ന് പറയുന്ന ഒരു ചെക്കനുണ്ട്. അപ്പോൾ പുള്ളി റൊണാൾഡോ ഫാനാണ്. ഇവിടെ മീൻ പിടിക്കാനുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ. ബിബിയക്കാൻ്റെ കൂടെ വന്നതാണ്. ബിബിയക്കാൻ്റെ മോൻ്റെ ഒക്കെ കൂടെ ഫാമിലിയാണ്. അങ്ങനെ ഓനിക്ക് ഒറ്റയ്ക്ക് കിട്ടിയൊരു മീൻ നമുക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഓൻ പിടിച്ച മീനാണിത്. ജീവനുണ്ട്, പിടക്കുണ്ട്, നല്ല ഫ്രഷ് മീനാണ്. പൊരിക്കാനും എല്ലാറ്റും ബെസ്റ്റാണ്. അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും എൻ്റെ ചങ്ങാതിയായ ഷാനിഫ് വന്നിട്ടുണ്ട്. ഷാനിഫിൻ്റെ കൂടെ ഷാനിഫിൻ്റെ ഒരു ചങ്ങായിയുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ റമീനോടും അൻസാസിനോടും ഇവിടെ ഇങ്ങനെ കുറേ സംസാരിച്ചുകൊണ്ടിരുന്നു. നമ്മളപ്പുറത്ത് ചൂണ്ടയിട്ടിട്ടുണ്ട്, നമ്മളെ ഇക്കാഫ് മൊത്തം ചൂണ്ടയിട്ടിട്ടുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ കാണിക്കാമെന്ന് കരുതി ഇങ്ങനെ നിൽക്കുകയാണല്ല ഇരിക്കുകയാണ്. ഇവിടെ നല്ല കാറ്റുണ്ട്, നല്ല അടിപൊളി, നല്ല ഒരു തണുപ്പ്. അങ്ങനെ ആരും വന്നാലും ഇരുന്ന് കിടന്ന് ഉറങ്ങിപ്പോവും. അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ മീനിപ്പോൾ പഠിച്ചിട്ടുണ്ടോ നമുക്ക് എന്തായാലും നോക്കാം. ഇക്കാഫ് മൊത്തം എടുക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു മീനും കൂടി വരുന്നുണ്ട്. ഏതാ മീനാന്ന് നമുക്ക് എന്തായാലും നോക്കാം. വെറൈറ്റി മീനെ മതിയായിരുന്നു. അയ്യോ, വെറൈറ്റി മീനൊന്നുമല്ല, നമുക്ക് കിട്ടിയ പോലെ തന്നെ മെട്ടി തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് മെട്ടീൻ്റെ, കറട്ടീൻ്റെയും പല്ലീൻ്റെയും ഒക്കെ സ്പോട്ടാണ്. അങ്ങനെ പിന്നെ ഇക്കാഫ് മൊത്തം അത് അയച്ച് തന്നു. നല്ല വെറൈറ്റി മീനുകൾ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കളറായേനെ എന്ന് എനിക്ക് തോന്നി. അതേ നോക്കി നല്ല പിടക്കണുണ്ട് കണ്ടോ. ലക്ഷദ്വീപിൽ വന്നാൽ ഇങ്ങനെ പിടക്കണ ഫ്രഷ് മീനുകൾ കിട്ടും. അടിപൊളിയായിട്ട് നമുക്ക് അപ്പം തന്നെ കറി വെച്ച് നല്ലപോലെ കഴിക്കാൻ പറ്റും. അതിൻ്റെ ഒരു ടേസ്റ്റ് എപ്പോഴും ഉണ്ടാവും. ലക്ഷദ്വീപിൽ അങ്ങനെയൊക്കെയാണ്, ഫ്രഷ് മീനുകൾ എപ്പോഴും കിട്ടും. നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. അങ്ങ് കുറച്ച് ദൂരമായിട്ട് നിങ്ങൾക്കൊരു ബോട്ടിൽ മീൻ പിടിക്കുന്നത് കാണാം ഒരാൾ. ഇതുപോലെ മീൻ പിടിക്കാനാണ് നമുക്ക് അടുത്തതായിട്ടൊരു പ്ലാനുണ്ട്. എന്തായാലും ഇങ്ങനൊരു വീഡിയോ അങ്ങനെ പോയാൽ എന്തൊക്കെ മീനാണ് നിങ്ങൾക്ക് കിട്ടുക എന്ന് കാണിക്കാൻ ഒരിതുണ്ട്. അങ്ങനെ ഞാൻ തലങ്ങും വിലങ്ങും ഇങ്ങോട്ട് നടന്നപ്പോൾ ഒരു ഞണ്ടിനെ കണ്ടു. ഞണ്ടുകൾ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെയൊന്നും കണ്ടില്ല. ഇപ്പുറത്ത് ഒരാൾ കുളുവൽ എന്ന് പറയുന്ന ഒരു മീനിനെ പായിച്ച് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് കുളുവൽ വായിക്കുമ്പോൾ കിട്ടിയ മീൻ കുളുവലിൻ്റെ വലിയ മീനാണ്. അപ്പോൾ അതിന് നമ്മൾ പറയണത് കടുവ എന്നാണ് നമ്മുടെ നാട്ടിൽ. പല ദ്വീപിലും പല പേര് പറയുന്നുണ്ട്. അത് ആ മീനിനെ പിടിച്ചത് ഇവിടെ നാട്ടിലെ 2 പേര് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു.
പിന്നെ ആ പിടിക്കണ കറക്റ്റ് ടൈമിലുള്ള വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെർട്ടിക്കൽ രീതിയിലായിരുന്നു എടുത്തു പോയത്. ഇതാണ് ആ മീൻ. ഈ നമ്മൾ പറയുന്നത് കടുവ എന്നാണ്. പല ദ്വീപിലും പല പേരിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള പേര് ഇതിൽ പറയാം. അതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇതാണ് ഈ മീനിൻ്റെ സൗണ്ട്. നിങ്ങൾക്ക് സൗണ്ടും കൂടി നമ്മൾ കേൾപ്പിച്ച് തന്നിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് നമ്മളെ ഇക്കാഫ് മൂത്തോന് വേറെ മീൻ കടിച്ചിട്ടുണ്ട്. എന്താ മീനാന്ന് നമുക്ക് നോക്കാം. ഇതും മെട്ടി തന്നെയാണ് വീണ്ടും കടിച്ചിട്ടുള്ളത്. ഇവിടെ മെട്ടീൻ്റെ സ്പോട്ടാണിത്. അങ്ങനെ ഞാൻ മെട്ടീനെ കൊണ്ടുപോയി അവിടെ മീനൊക്കെ വെച്ച സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരാൾ തോണി കൊണ്ട് മീൻ പിടിക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. दूर ये छोने भी माजरे 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 गचहागरे गचहागरे बागे दिल शुफाच मनोले फुले माजरे माजरे. അങ്ങനെ ഇക്കാഫ് മൂത്തോ ഇങ്ങോട്ട് മീൻ പിടിക്കാൻ വന്നപ്പോൾ ഇക്കാഫ് മൂത്തോൻ്റെ ഫാമിലിയും കൂടി അപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു സന്ധ്യയായപ്പോൾ ഇങ്ങോട്ട് വന്ന് പോകാൻ വേണ്ടി വിളിക്കാൻ വന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഈവനിങ്ങിൽ ആസ്വദിക്കുന്ന ഹോബികളാണ് ഈ മീൻപിടുത്തങ്ങൾ നമ്മളെ നാട്ടിൽ. അപ്പോൾ നമുക്ക് പോകാൻ സമയമായി. നമ്മളിങ്ങനെ ഇറങ്ങി വന്ന വഴി കൂടെ തന്നെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്. പിന്നെയല്ലേ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ബെല്ലൈക്കൺ ആളമർത്തണം കേട്ടോ, മറക്കരുത്. ഈ പുള്ളി പിന്നെയും അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ പുള്ളി വരാൻ ലേറ്റാവും. എന്തായാലും നമുക്ക് അടുത്ത മീൻപിടുത്തം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്ളോഗ് നമുക്ക് എന്തായാലും നോക്കാം. ഹെലികോപ്റ്റർ പോണിയുന്ന സ്ഥലമാണ്. അവിടെ വേറൊരാളും കൂടിയുണ്ട്. നമ്മളെ ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാൻ സമയമായി. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ. പിന്നെ കാണാം.